നമസ്കാരം. ഭജഗോവിന്ദം എന്നു തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗ്രഹ എന്ന സംസ്കൃത കൃതിയുടെ 5-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് പ്രൊഫസർ എം ഗീതാദേവി. ആലാപനം MP രാമദാസ്. ഇപ്പോൾ കേൾക്കാം ഭജഗോവിന്ദം. ശ്ലോകം 17. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിർഭജതി ന ജന്മശതേന. പരിഭാഷ: ഗംഗാജലത്തിൽ കുളിദാനകർമ്മം വ്രതാദിയൊന്നും തരുകില്ല മുക്തി. ജ്ഞാനം ലഭിക്കാതെ വിമുക്തിയില്ല. ശതോത്തരം ജന്മമെടുക്കിലും നീ. സാരം: ഒരുവൻ ഗംഗാനദിയിൽ കുളിച്ചതുകൊണ്ടോ അനേകം വ്രതങ്ങൾ എടുത്തതുകൊണ്ടോ ഒരുപാട് ദാനകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നില്ല. മഹത്തായ ഈശ്വരജ്ഞാനമില്ലാത്തവന് 100 ജന്മങ്ങളെടുത്താലും മോക്ഷം ലഭിക്കുന്നില്ല. ശ്ലോകം 18. സുരമന്ദിരതരുമൂലനിവാസഃ ശയ്യാഭൂതലമജിനം വാസഃ സർവപരിഗ്രഹഭോഗത്യാഗഃ കസ്യ സുഖം ന കരോതി വിരാഗഃ. പരിഭാഷ: വാസം മരച്ചോട്ടിലതല്ല, ദേവാലയത്തിലാകാം ശയനം നിലത്തും. മാൻതോൽ ധരിച്ചും സകലം ത്യജിക്കും, വൈരാഗ്യമേ ചിൽ സുഖമേകിടുള്ളൂ. സാരം: ദേവാലയങ്ങളിലും മരച്ചോട്ടിലുമായി വാസം, മണ്ണിൽ കിടക്കുകയും മാൻതോലുടുക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള വൈരാഗ്യം ആർക്കാണ് സുഖമേകാത്തത്? ചിൽ സുഖം കിട്ടും എന്നു സാരം. ശ്ലോകം 19. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. പരിഭാഷ: യോഗീശനോ ഭോഗസുഖാർത്ഥിയോ താൻ സത്സംഗിയോ സംഗവിഹീനനാട്ടെ. ബ്രഹ്മത്തിലാനന്ദമൊടാരമിക്കും മർത്യന്നു മാത്രം ഹൃദി നന്ദമേറും. സാരം: യോഗത്തിൽ മുഴുകുന്നവനോ ഭോഗാസക്തിയിൽ മുഴുകുന്നവനോ സംഘം ചേരുന്നവനോ ചേരാത്തവനോ ആകട്ടെ, ബ്രഹ്മത്തിൽ രമിക്കുന്നവൻ മാത്രമാണ് ആനന്ദിക്കുന്നത്. ശ്ലോകം 20. ഭഗവദ്ഗീത കിഞ്ചിദധീതാ ഗംഗാജലലവകണികാപീതാ സകൃദപി യേന മുരാരിസമർച്ചാ ക്രിയതേ തസ്യ യമേന ന ചർച്ചാ. പരിഭാഷ: ഒട്ടെങ്കിലും ഗീത പഠിച്ചുവെങ്കിൽ ഗംഗാജലം തുള്ളി കുടിച്ചുവെങ്കിൽ
ഒരിക്കൽ കൃഷ്ണാർച്ചന ചെയ്തുവെങ്കിൽ അന്ത്യത്തിലെത്തും യമനും തുണയ്ക്കായി. സാരം: ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അല്പമാത്രമെങ്കിലും അറിവോ ഒരു തുള്ളിയെങ്കിലും ഗംഗാജലം കുടിക്കുവാനുള്ള ഭാഗ്യമോ അല്പമെങ്കിലും കൃഷ്ണനെ ഭജിക്കാനുള്ള അവസരമോ കിട്ടിയാൽ മരണസമയത്ത് യമൻ നിങ്ങളോട് തർക്കിക്കില്ല, തുണയ്ക്കും. അതായത് നിങ്ങൾക്ക് മൃത്യുഭയം ഉണ്ടാകില്ലെന്ന് സാരം.